അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. വിശ്വമാനവികതയ്ക്ക് വേദവെളിച്ചം എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ മുജാഹിദ് സംസ്ഥാന സമ്മേളനം 3-ാം ദിനത്തിൽ എത്തി നിൽക്കുകയാണ്. അപ്പൊ ഇന്ന് നമ്മുടെ കൂടെ അതിഥിയായിട്ട് എത്തിയിട്ടുള്ളത് അഡ്വക്കേറ്റ് ഫാത്തിമ തഹ്ലിയാണ്. വിദ്യാർത്ഥി സമ്മേളനത്തിന് മുഖ്യ അതിഥിയായി എത്തിയതാണ്. മാം, ഇന്ന് അവിടെ നമ്മളിവിടെ എത്തിത്തീർന്നതിൽ ഒരുപാട് സന്തോഷം അറിയിക്കുകയാണ്, അതുപോലെ തന്നെ കടപ്പാട് അറിയിക്കുകയാണ്. അപ്പോൾ നമ്മൾ തീം അറിയാലോ, വിശ്വമാനവികത എന്നാണ്. അപ്പൊ ഇന്നത്തെ സമകാലിക ഇന്ത്യയിൽ വിശ്വമാനവികതയുടെ പ്രസക്തി എന്താണ്? യഥാർത്ഥത്തിൽ ഇന്ന് ആളുകളൊക്കെ സെൽഫ് സെൻട്രിക് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഒറ്റപ്പെടുന്ന ഒരു കാലഘട്ടത്തിലേക്ക്, അതിനുവേണ്ടി പരിശീലനം കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മളുടെ ഈ ഒരു ആധുനിക ലോകം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ അറിയാം, ഗവൺമെന്റ് പോളിസിയുടെ ഭാഗമായിട്ട് സെൽഫി കോർണറുകൾ, അതുപോലെ നരേന്ദ്രമോദിയോടൊപ്പമുള്ള ചിത്രങ്ങൾ വെക്കണം അല്ലെങ്കിൽ അത് പ്രചരിപ്പിക്കണം എന്നുള്ളത് ക്യാമ്പസിൽ പോലും നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഒരു വേദം, വിശുദ്ധ ഖുർആനെ പോലെയുള്ള ഒരു മഹത് ഗ്രന്ഥം മുൻനിർത്തിക്കൊണ്ട് ജനങ്ങളോട് നന്മയെക്കുറിച്ച് അല്ലെങ്കിൽ സ്നേഹത്തിനെ കുറിച്ച്, അതും അല്ലെങ്കിൽ ദയയും കാരുണ്യവും ഒക്കെ എങ്ങനെ ഉണ്ടാവണം എന്നുള്ള വലിയ സന്ദേശങ്ങൾ നൽകാൻ പറ്റുക എന്ന് പറയുന്നത് ഏറ്റവും അഭിനന്ദനീയമായ കാര്യമാണ്. അതാണ് നിങ്ങൾ നിർവഹിക്കുന്നത്. അതിന് എന്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമുക്കറിയാം നമ്മളൊക്കെ ഒരു വിദ്യാർത്ഥി, ഒരു മുസ്ലിം വനിത എന്ന രീതിയിൽ അഭിമാനിക്കുന്നവരാണ്. പക്ഷെ ഇന്നത്തെ ഒരു അവസ്ഥ ഞാൻ പറയുന്നത് തന്നെ മാമിനെ അറിയുന്നുണ്ടാവും. അപ്പൊ നമ്മളെ ക്യാമ്പസുകളിലൊക്കെ നമ്മൾ പ്രവർത്തിക്കുന്ന സമയത്ത് ഒരു മുസ്ലിം ഐഡന്റിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് ഈ ഒരു ഐഡന്റിറ്റിയും ഒപ്പം തന്നെ നമ്മുടെ കരിയറും മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മൾ എന്തൊക്കെ നിലപാടുകളാണ് സ്വീകരിക്കേണ്ടത്? ഇന്ത്യയിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യനും അവന്റെ സ്വത്ത് മുറുകെ പിടിച്ചുകൊണ്ട് അത് ഒന്നുകൂടെ പരസ്യമാക്കി പ്രഖ്യാപിക്കാനുള്ള ഒരു കാലഘട്ടമാണിത്. പലപ്പോഴും നമ്മളൊക്കെ ഒരു ചിന്തയുടെ പുറത്ത് വേണോ വേണ്ടയോ എന്നുള്ള ഒരു താല്പര്യത്തിനൊക്കെ പുറത്താണ് പലരും സംസാരിക്കുന്നത് കാണുന്നത്. ഒരു പക്ഷേ നമ്മളുടെ ഒരു ചുറ്റുപാടിൽ നിന്ന് മറ്റൊരു ക്യാമ്പസിലേക്ക് പോകുമ്പോൾ അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം എന്താണ്, അതിലേക്ക് പേസ് വെക്കുന്ന ആളുകളൊക്കെ നമ്മൾ കണ്ടുവരുന്നുണ്ട്. അവിടെയാണ് നമ്മൾ നമ്മളുടെ ധൈര്യത്തിന് കാണിച്ചു കൊടുക്കേണ്ടത്. ഇവിടെയുള്ള വിദ്യാർത്ഥികൾ അവരുടെ ധീരത കാണിക്കേണ്ട ഒരു സമയമാണ് വന്നിരിക്കുന്നത്. അപ്പൊ മുസ്ലിമാണ് എങ്കിൽ നിങ്ങൾ മുസ്ലിം ആയിക്കൊണ്ട് തന്നെ നിങ്ങൾ ജീവിക്കുക. അതൊരു പോരാട്ടമാണ് എന്നുള്ളതാണ്. അത് ഫാസിസ്റ്റ് കാലത്ത് മാത്രമല്ല, നിങ്ങൾ ജീവിതം എന്ന് പറയുന്നത് പോരാട്ടമാണ് എന്ന് പഠിപ്പിച്ച വേദഗ്രന്ഥത്തിന്റെ വക്താക്കളാണല്ലോ. അപ്പൊ എന്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസത്തിന് മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല? പ്രത്യേകിച്ച് സ്ത്രീകൾ എപ്പോഴും ഐഡന്റിറ്റി അത് പരസ്യമാക്കുന്നത് നമ്മൾ തട്ടത്തിലൂടെ അല്ലെങ്കിൽ നമ്മുടെ വേഷവിധാനത്തിലൂടെ നീ ഏത് വിശ്വാസിയാണ് എന്ന് കാണിക്കാൻ എളുപ്പം പറ്റും, പുരുഷന്മാരെ പോലെയല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒന്നുകൂടെ ശക്തമായിട്ട് രാഷ്ട്രീയം പറയാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ഏറ്റവും മോശപ്പെട്ട രാഷ്ട്രീയ സാഹചര്യത്തിലും നിങ്ങളുടെ വിശ്വാസത്തിന് മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതത്തിന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പാറ്റേണിൽ, അത് മറ്റാരും അല്ല തീരുമാനിക്കുന്നത്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പാറ്റേണിൽ ഡിസൈൻ ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ. ഇൻഷാ അല്ലാഹ്. ഞാൻ ലാസ്റ്റ് ആയിട്ട് പറയാനുള്ളത്, നമുക്കറിയാം നമ്മളെ മുജാഹിദ് സംഘടന ഈ ഒരു വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് മുന്നേറ്റങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പൊ ഇനി മുന്നോട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെന്റിന് എന്തെങ്കിലും സജഷൻസ് നമുക്ക് നൽകാനുണ്ടോ? അതെ, വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ചോദ്യമാണത്. പലരും നോക്കി നിന്ന സമയത്ത് ഒരുപാട് സ്ഥാപനങ്ങൾ തുടങ്ങുകയും ആ സ്ഥാപനത്തിലൂടെ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു സ്ത്രീ വിദ്യാഭ്യാസത്തിന് കൂടുതൽ ഊന്നൽ നൽകി അതിനു വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ ഉണ്ടാക്കുകയും ചെയ്ത പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. ഇനി വരാനിരിക്കും നമ്മൾ കാലത്തിനനുസരിച്ച് കാലത്തിൽ വായിച്ച് അതിനോട് അഡ്രസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അപ്പൊ പുതിയൊരു കാലത്ത് പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ മാർജിനലൈസ്ഡ് ആണ് എന്നുള്ളതാണ്. അതായത് വിശ്വാസികളുടെ ഇടയിൽ തന്നെ സ്ത്രീകൾ മാർജിനലൈസ്ഡ് ആണ് എന്ന് പറയുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിലേക്കും നമ്മൾക്ക് രണ്ടുപേർക്കും, അതായത് സ്ത്രീക്കും പുരുഷൻ ഒരുപോലെ ഇടപെടാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന സാഹചര്യങ്ങൾ കാണുന്നു. ഇപ്പൊ അത് മഹല്ല് സംവിധാനങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ള വിഷയങ്ങളാണെങ്കിൽ, ഇപ്പൊ പള്ളി എന്താണ് എന്നുള്ള ചോദ്യമൊക്കെ ഉണ്ട്. അപ്പൊ ഈ സംവിധാനങ്ങളിലേക്കൊക്കെ ഒന്നുകൂടെ സ്ത്രീകളെ ഉൾപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് വളരെ ചിന്താദീപമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിനെക്കുറിച്ച് ചിന്തിക്കണം. അതുപോലെ മതപരമായിട്ടുള്ള കാര്യങ്ങൾ സ്ത്രീകൾ സംസാരിക്കാനുള്ള വേദികൾ ഒരുക്കണം. അങ്ങനെ അവർ രാഷ്ട്രീയം പറയണം. അതിനു വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് നമ്മളെ കഴിവിന്റെ മാക്സിമം പരിശ്രമിക്കും. അപ്പൊ ഈ ഒരു സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ചതിൽ എന്റെ ഭാഗത്ത് നമ്മുടെ സംഘടന ഭാഗത്ത് നിന്ന് നന്ദിയും കടപ്പാട് അറിയിക്കുകയാണ്. അസ്സലാമു അലൈക്കും. താങ്ക് യു.